മാരിയോ, നിങ്ങളുടെ രണ്ട് പെൺകുട്ടികൾക്കും കൂടി ജീവിക്കാനാണ് ആ സ്ത്രീ ആ സംരംഭം തുടങ്ങിയത്. You should think one thing. At least you are the father of those girls who are suffering lots. Mario, this is too much and too bad. അതുപോലെ തന്നെ ഷാജിൻസ്കറിയാം. Your attitude and standards are going down to the low level. ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കുന്ന മൂന്ന് സ്ത്രീകൾ, ഒരു അമ്മയും രണ്ട് മക്കളും. അവർ പട്ടിണി കിടക്കണമെന്നോ ആത്മഹത്യ ചെയ്യണമെന്നോ ഒക്കെയാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? Your words and statements are so pathetic, ഷാജൻ. വിജയ മാരിയോ വരുമാന മാർഗമായി പുതിയ ഒരു അച്ചാർ ബിസിനസ് തുടങ്ങി. അതിന്റെ പരസ്യത്തിനായി അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് മറുനാടൻ ചാനലിൽ ഒരു വാർത്ത വന്നു. മാരിയോ ബിസിനസിനെതിരെ കംപ്ലൈന്റ് ചെയ്തു. മാരിയോയുടെ പേരിലുള്ള ലൈസൻസ് ഉപയോഗിച്ച് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നത് തടയണം, മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്പോർട്ട് ഡേറ്റ് വയ്ക്കാതെ ഇതൊക്കെ വിറ്റാൽ പ്രശ്നമുണ്ടെന്നൊക്കെയായിരുന്നു പരാതിയുടെ ടൈറ്റർ. ഈ മറുനാടൻ ചാനലിൽ തന്റെ സുരക്ഷിതമായ ശൈലിയിൽ ഇതൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ വീഡിയോയിൽ. സീഗേഴ്സ് അവർ മോട്ടിവേഷൻ സ്പീച്ച്, കൗൺസിലിംഗ് ഇതൊക്കെ നടത്തി. ഇതുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റില്ല. അതേതായാലും നന്നായി. പക്ഷെ പിന്നെയും അവർക്കും ആ പെൺകുട്ടികൾക്ക് മുന്നോട്ട് ജീവിക്കണമല്ലോ ഗേസ്. അങ്ങനെ മുമ്പോട്ട് പോകാനായി അവർ ഒരു മാർഗം തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കേണ്ട ഈ മാരിയോ എന്താണ് ഈ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചാരായ കച്ചവടമോ അല്ലെങ്കിൽ ഇമ്മോറൽ ആക്ടിവിറ്റീസിനോ ഒന്നും ആ പെൺകുട്ടികളും ആ അമ്മയും പോകുന്നില്ലല്ലോ. തെറ്റുപറ്റി മനസ്സിലാക്കി വീണ് കിടക്കുന്നിടത്ത് അവർ എണീറ്റ് മൂവ് ചെയ്യുമ്പോൾ മാരിയോ ഒന്ന് ചിന്തിക്കണ്ടേ? ഗേസ്, അവർ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കി വിൽക്കുന്നത്, അതും അവരുടെ ഭർത്താവിന്റെ പേരിലുള്ള ഫുഡ് ലൈസൻസിൽ. ഈ ഷാജിന്റെ ഒക്കെ സംസാരവും എക്സ്പ്രഷനും ഒക്കെ കണ്ടാൽ തോന്നും ജിജി കഞ്ചാവ് കൃഷി ചെയ്ത് അതിന്റെ ഇല എടുത്ത് തോരൻ വെച്ച് വെക്കുന്നു. അവരുടെ അച്ചാറിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, ക്വാണ്ടിറ്റിയെ കുറിച്ച്, പൈസനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അച്ചാർ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം മാത്രം കുറ്റം പറയൂ. തെറ്റ് ചെയ്തവർ തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും കുഴിയിലേക്ക് വലിച്ചിടാതിരിക്കും. അല്ലെങ്കിൽ തന്നെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരു കുടുംബ പ്രശ്നത്തിൽ എന്തിനാ ഒരു മാധ്യമ പ്രവർത്തകർ ഇത്രയധികം ഇന്റർഫിയർ ചെയ്യുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും? ആ അമ്മയും മക്കളും വെറുതെ വിട്ടേക്കൂ. അവരെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മാറ്റി ഉപജീവന മാർഗം തേടി ജീവിച്ച് പൊയ്ക്കോട്ടെ. Let them live their life. Let them move ahead.